വെൽക്കം മൈ ഫ്രണ്ട്സ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഊട്ടിയിലെ സന്ദർശകരുടെ ബഹളങ്ങൾ കുറഞ്ഞ മനോഹരങ്ങളായ 3 സ്ഥലങ്ങളിലേക്കാണ്. ഹംഗർഫോർഡ് എസ്റ്റേറ്റ്. ഊട്ടിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് ഈ എസ്റ്റേറ്റ്. 20-30 മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്താൻ സാധിക്കും. ടീ എസ്റ്റേറ്റിന് നടുവിലുള്ള ഈ ബിൽഡിംഗ് ആണ് അകലെ നിന്നുള്ള ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇങ്ങോട്ട് കടക്കുവാനായി എന്ന പോലെ ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും അത് ദ്രവിച്ച് അപകടാവസ്ഥയിലാണ്. ഇത് ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ ഈ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞെങ്കിലും അടുത്തെത്തുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാകും. എങ്കിലും ഇതിന് ചുറ്റുമുള്ള പ്രകൃതി വളരെ മനോഹരിയാണ്. ഇടയ്ക്ക് കാണുന്ന ചെടികൾ ഇല്ലാത്ത ഭാഗങ്ങൾ സീസൺ സമയത്ത് പുല്ലുകൊണ്ട് മൂടിയിരിക്കും. മൊത്തത്തിൽ പച്ച പുതച്ച് കിടക്കുന്ന ഈ താഴ്വര ഒരുപാട് ഹിന്ദി തമിഴ് സിനിമകളുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള വഴിയും അതിമനോഹരമാണ്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ കയ്യിലാണ്. അവരാണ് ടിക്കറ്റ് വെച്ച് സന്ദർശകരെ കടത്തുന്നത്. ഇനി നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിംഗ് ജീർണാവസ്ഥയിലാണ്. അകത്തേക്ക് കടക്കുന്നത് വളരെ സാഹസികമാണ്. സിനിമക്കാർ വരുമ്പോൾ മുൻഭാഗം വെള്ളപൂശും എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാറില്ല. വലതുവശത്ത് കാണുന്ന ഈ മുറിയിലേക്ക് പ്രവേശിക്കാം. യാതൊരു മെയിൻ്റനൻസും ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു മുറി. ഇങ്ങോട്ട് കടക്കുവാൻ പ്രവേശന ഫീസായി അവർ 100 രൂപയാണ് വാങ്ങുന്നത്. പ്രകൃതി ഭംഗി സംരക്ഷിക്കുവാൻ പ്രത്യേക ചെലവില്ലാത്തതുകൊണ്ട് നിർബന്ധമായും അവർ ഈ ബിൽഡിംഗ് പരിപാലിക്കേണ്ടതാണ്. ബിൽഡിങ്ങിന് പുറത്ത് തീർച്ചയായും മറ്റൊരു മായാലോകമാണ്. ഉൾഭാഗം ഒരു പ്രേതാലയവും. അടുത്ത മുറികളും അതുപോലെ തന്നെ. മുറിയുടെ വലിപ്പവും ഭാവവും എല്ലാം. ഇതിൻ്റെ പിന്നിലെത്തിയാൽ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന മറ്റൊരു കെട്ടിട ഭാഗവും കാണാം. ഇടതുഭാഗത്തുള്ള 3ാമത്തെ മുറിയും മറ്റുള്ളവ പോലെ തന്നെ നെരിപ്പോടും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. പുറത്ത് മേലെ കാണുന്നത് എസ്റ്റേറ്റിലെ ജോലിക്കാർ ഫാമിലിയായി താമസിക്കുന്ന വീടാണ്. ഈ പ്രത്യേക അനുഭൂതിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാം. പുറത്ത് എവിടെ നോക്കിയാലും ഫോട്ടോ സ്പോട്ടുകളാണ്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഊട്ടി ടൗണിൽ തന്നെയുള്ള മുരുകൻ കോവിൽ കാണാനാണ്. ടൗണിൽ നിന്ന് വീണ്ടും മേലേക്ക് കുറച്ച് കയറി വേണം അങ്ങോട്ടെത്താൻ. പിന്നെയും സ്റ്റെപ്പുകൾ കയറി ശ്രീകോവിലേക്ക് എത്താം. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മുരുകൻ്റെ വലിയ സ്റ്റാച്ചു ആണ്. ഭക്തി നിർഭരമായ അന്തരീക്ഷവും മനോഹരമായ പ്രകൃതിയും. പടവുകൾ കയറിയാൽ ശ്രീകോവിലെത്താം. അവിടെ ക്യാമറ അനുവദനീയമല്ല. 40 അടി ഉയരമുള്ള മുരുകൻ്റെ ഈ സ്റ്റാച്ചു മലേഷ്യയിലെ പ്രശസ്തമായ ബട്ടു ഗുഹകളിലെ മുരുകൻ സ്റ്റാച്ചുവിൻ്റെ പകർപ്പാണ്. ഇവിടെ നിന്ന് ഊട്ടി പട്ടണത്തിൻ്റെ മനോഹര ദൃശ്യം കാണാം. ഇവിടുത്തെ ഉത്സവം ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യവാരമോ ആയി നടക്കുന്ന തൈപ്പുസമാണ്. അടുത്തത് നമ്മൾ പോകുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ ഉള്ള ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ കാണാനാണ്. 1907 പണിത ഇത് യുനെസ്കോ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഈ സ്റ്റേഷൻ പല സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ നിർത്തുകയുള്ളൂ. അതിൻ്റെ ടിക്കറ്റ് ഓൺലൈൻ ആയി ബുക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. മരത്തണലിൽ ട്രാക്കിലൂടെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ട്രെയിൻ വല്ലപ്പോഴും ആയതുകൊണ്ട് അതിന് തടസ്സം ആരും പറഞ്ഞില്ല. ചെറിയ സ്റ്റേഷനാണെങ്കിലും അത് നിൽക്കുന്ന ലൊക്കേഷൻ വളരെ ഭംഗിയുള്ളതാണ്. നമ്മുടെ ഭാഗ്യത്തിന് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ സ്റ്റേഷനിലെത്തി. ടോയ് ട്രെയിൻ പോലെയുള്ള ട്രെയിനുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഓൺലൈൻ അല്ലാതെ ഊട്ടി, കുന്നൂർ, മേട്ടുപ്പാളയം എന്നീ സ്റ്റേഷനുകളിൽ നിന്നും വളരെ കുറച്ച് ടിക്കറ്റുകൾ നേരിട്ട് ലഭിക്കുന്നതാണ്. ട്രെയിൻ മുഴുവനായും ടൂറിസ്റ്റുകളാണ്. ഒരു സീറ്റ് പോലും ബാക്കിയില്ല. നേരത്തെ പറഞ്ഞ പോലെ മാസങ്ങൾക്ക് മുമ്പ് എല്ലാം ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. മേട്ടുപ്പാളയത്തു നിന്നും ഊട്ടിക്ക് 5 മണിക്കൂറും കുന്നൂരിൽ നിന്ന് ഊട്ടിക്ക് 1 മണിക്കൂറുമാണ് യാത്രാസമയം. ഫ്രണ്ട്സ്,
നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത് ബഹളങ്ങളില്ലാത്ത ഊട്ടിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പോകാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.